2022 തൊട്ടാണ് ഞാൻ ശരിക്കും സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ ഞാൻ കോളേജിലായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ആർക്കിന് അത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചു തുടങ്ങിയത്. ബട്ട് സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായോ? ഇപ്പോൾ നിങ്ങൾ റീഡിങ്ങിൽ ഒരു ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 3 ബുക്സും നിങ്ങളെ നല്ലതുപോലെ അതിന് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആദ്യമൊന്നും എനിക്കും റീഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഈ ബുക്സ് വായിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ചെറുതായിട്ടെങ്കിലും റീഡിങ്ങിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റീഡറൊന്നുമല്ല. ഞാൻ വളരെ ലേസി ആയിട്ടുള്ളൊരു റീഡറാണ്. ഞാൻ വളരെ ട്രാവലിങ്ങിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഭയങ്കര റെയർസ്റ്റ് ഓഫ് ദി റെയറായിട്ട് ഞാൻ ബുക്സ് വായിക്കാറുള്ളത്. പറയണ ഒരു വീക്കിലി ഒരു 3-4 ടൈംസ് മാത്രമേ ഞാൻ ബുക്ക് വായിക്കാറുള്ളൂ. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പ്രോബ്ലി ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തേക്കുന്നത് ആ ബുക്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ എടുത്ത് സെൽഫ് ഹെൽപ്പ് ബുക്സ് എന്ന് ആദ്യം അടിച്ച് നോക്കിയാൽ അതിൽ ഫസ്റ്റായിട്ട് വരാൻ പോകുന്നത് ഈ ബുക്കാണ്. കാരണം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഒരുവിധം മിക്ക ആളുകളും ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ച് നോക്കേണ്ടതാണ്. സോ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ബുക്ക് റിയലി ആ പേര് പോലെ തന്നെയാണ്. നമുക്ക് നല്ല കുറച്ച് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് ഒരു ഗൈഡായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിർത്താനും ഈ ബുക്ക് നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ബുക്കിൽ പറഞ്ഞേക്കുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഹാബിറ്റ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, അത് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ മിക്കവരും പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറയുമ്പോൾ മിക്കവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടൈം കിട്ടാറില്ല എന്നാണ്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ഹാബിറ്റാണോ തുടങ്ങാനിരിക്കുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ഡെയിലി 2 മിനിറ്റ് മാത്രം ചെയ്യുക. കൂടുതലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് 2 മിനിറ്റ് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവഞ്ച്വലി അതൊരു ഹാബിറ്റായി മാറി. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ടൈം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ ഇത് ആ ബുക്കിൽ പറയുന്ന ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. ഒരുപാട് ഇനിയും വേറെ കാര്യങ്ങൾ ആ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പം ഞാനതൊന്നും പറയുന്നില്ല, കാരണം അത് വായിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പോകുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് വളരെ നല്ലൊരു ബുക്കാണ്. എൻ്റെ റീഡിങ് ഹാബിറ്റ് നല്ലതുപോലെ കിക്ക് ഓഫ് ചെയ്യാൻ സഹായിച്ചതും ഈ ബുക്കാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഈ ബുക്ക് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ്. ആരും ചോദിച്ചാൽ ഈ ബുക്ക് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമുക്ക് പൈസയാണ് എല്ലാ കാര്യത്തിനും വേണ്ട. അപ്പം അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ളൊരു ഇൻ്റലിജൻസ് നമുക്ക് ഉറപ്പായിട്ടും വേണം. നമ്മളെ സ്കൂളിലൊട്ടും അത് പഠിപ്പിക്കാറില്ല. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കൊരു ക്ലാസ് ഇല്ല മണി മാനേജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മളാരും പഠിപ്പിക്കത്തില്ല. വീട്ടുകാർ പോലും നമ്മളെ പഠിപ്പിക്കത്തില്ല. സൊസൈറ്റി കുറച്ച് നോംസ് വെച്ചിട്ടുണ്ട്. അതായത് കുറേ പൈസ ജോലിക്ക് വേണ്ടി ഉണ്ടാക്കുക, കൂട്ടി വയ്ക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീട് വാങ്ങിക്കാം, അല്ലെങ്കിൽ കാർ വാങ്ങിക്കാം, ലോൺ എടുത്ത് കുറേ ചെയ്ത് അങ്ങനെ EMI അടയ്ക്കുക. അങ്ങനെ കുറച്ച് ലൂപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പക്ഷേ ഈ ബുക്കിൽ അതൊന്നും പാടില്ല. പൈസ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളൊരു ലെസൺസാണ് ഈ ബുക്കിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബുക്കിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുറേ കാലം വർക്ക് ചെയ്ത് നമ്മളൊരു വീട് വയ്ക്കും. അതൊരു തെറ്റായ കാര്യമെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. കാരണം നമ്മൾ അസറ്റ്സ് വേണം ബിൽഡ് ചെയ്യാൻ. ഒരു വീടെന്ന് പറയുന്നത് നമ്മൾ അതിന് മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കും. അഫ്കോഴ്സ് പെട്ടെന്ന് നിങ്ങൾക്കൊരു എമർജൻസി വന്നാൽ നിങ്ങൾക്ക് ഈ വീട് വിറ്റ് ആ കടം വീട്ടാം. പക്ഷെ അത് ചെയ്യുമ്പോഴും പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു അസറ്റ് നഷ്ടപ്പെടേണ്ടി, നിങ്ങൾക്ക് പിന്നെ പൈസ നഷ്ടം വരെയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയുകയാണ്. നിങ്ങൾ കുറച്ച് പൈസ വാങ്ങിച്ച് ഒരു കാർ വാങ്ങി. ആ കാർ നിങ്ങൾ ടാക്സി ആയിട്ട് ഓടിക്കാൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു അസറ്റായിട്ടെന്ന് പറയാം. കാരണം നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൈസ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ബുക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്ക് ഞാൻ ഈ കൂട്ടത്തിൽ സജസ്റ്റ് ചെയ്യാൻ കാരണം, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കല്ല, എന്നാൽ അത്യാവശ്യം ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കുമാണ്. ഈ ഒരു ബുക്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സജസ്റ്റ് ചെയ്യാൻ കാരണമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഓതർ മാർക്ക് മാൻസൺ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഫണ്ണി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓതറിന് തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, മാർക്ക് മാൻസൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പുള്ളിയെ ഫൈൻഡ് ചെയ്യാം. അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് പുള്ളി പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ സെൽഫ് ഹെൽപ്പ് കണ്ടൻസ് തന്നെയാണ് പുള്ളി ഇടുന്നത്. ആ ചാനലിൽ തന്നെ ഈ ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സമ്മറി ഉണ്ട്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ആ ഒരു ചാനൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഓതർ എങ്ങനത്തുള്ള ഒരാളാണെന്ന്. വളരെ ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസുമാണ് ചാനൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഈ ബുക്ക് നമ്മളെ പേഴ്സണലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബുക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സ്പോയിൽ ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കളയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ഈ ഒരു ബുക്കിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ, there are some things we should give a F in our life.
അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇത് ചെറിയൊരു കാര്യം മാത്രമാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പേഴ്സണലി എന്നെ ഒരുപാട് സഹായിച്ചൊരു ബുക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും വായിച്ചു നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച ബുക്സ്. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാൻ കാരണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബുക്ക് സജഷൻസിന് വേണ്ടി വന്നതായിരിക്കും. റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് നിങ്ങൾ 2025 സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയൊരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഇനി ഓൾറെഡി ഈ ബുക്സ് വായിച്ചിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്കറിയാവുന്ന നല്ല ബുക്സ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താ ബോയ്സ്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.